പ്രൈസ് ദി ലോർഡ്. Praise God. ദൈവത്തിന് മഹത്വം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇപ്രകാരം പേര് വിളിക്കപ്പെട്ടത്. അതുകൊണ്ടൊരു മീറ്റിങ്ങിന് ഒരു ദൈവദാസൻ ഉപയോഗിക്കുന്ന അറ്റയറിലല്ല ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദൈവമക്കൾ ദയവായി ക്ഷമിക്കുമല്ലോ. ഈ വേൾഡ് ക്രിസ്ത്യൻ പ്രെയർ ലൈനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലീഡ് ദൈവത്തിൻ്റെ ദാസൻ എനിക്ക് പരിചിതനല്ല. ദൈവത്തിൻ്റെ ദാസനെ കുടുംബത്തെയും വന്ദനം ചെയ്യുന്നു. വിശേഷിച്ച് എന്നെ പരിചയപ്പെടുത്തിയ ദൈവത്തിൻ്റെ ദാസൻ രഞ്ജിത് ബ്രദറിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് ഒരുമിച്ച് കുവൈറ്റിൽ രഹബോത്ത് ചർച്ചിൽ സമയം ചിലവഴിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ 12 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് റീജിയനിൽ സൗദി അറേബ്യയിൽ ശക്തമായ ഒരു മിഷണറി ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസൻ ജോമോൻ ചെറിയാൻ വചനം സംസാരിക്കുന്നു എന്ന് കണ്ട് ഒരല്പസമയം അകത്തുനിന്ന് കയറിയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ജോയിൻ ചെയ്തതാണ്. വേദിക് ലാഡ്സൺ വർഗീസ്. ഞാൻ നേക്കോഗ് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കോൺഫറൻസിന് ശുശ്രൂഷിക്കാനായി ദുബായിൽ നിന്ന് വന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഹ്യൂസ്റ്റണിലായിരുന്നു. ഇവിടെ ഈ ശനിയാഴ്ച നമ്മുടെ ഷിക്കാഗോയുള്ള ദൈവസഭകളെല്ലാം കൂടെ ചേർന്ന് പെൻറ്റക്കോസ്റ്റൽ കോൺഗ്രിഗേഷൻസ് ഓഫ് ചർച്ചസ് ഇൻ ഷിക്കാഗോ അവരുടെ ഒരു കോമൺ മീറ്റിംഗ് ശുശ്രൂഷിക്കാണ്ട് ഷിക്കാഗോയിൽ എത്തിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാനിടയായത്. എല്ലാവരും ദൈവനാമത്തിൽ വന്ദനം ചെയ്ത് ഒരു വാക്ക്, പൈതൽ വളർന്നു എന്നൊരു വേദഭാഗം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദം, മറ്റൊരു ഭാഗത്ത് യോഹന്നാൻ സ്നാവിനെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു പദം. ഈ പൈതൽ വളർന്നു, സാധാരണ ഒരു ബയോളജിക്കൽ ഗ്രോത്തിനെ പൈതലിനെ വളർത്തിയെന്നല്ലേ പറയാറുള്ളത്. അമ്മമാർ എപ്പോഴും സ്നേഹത്തോടെ മക്കളെക്കുറിച്ച് പറയുന്ന ഒരു പരാതിയല്ലേ, ഞാൻ 9 മാസം ചുമന്നു, ഞങ്ങൾ വളർത്തി. നമ്മൾ തലമുറകളെ നോക്കി മാതാപിതാക്കൾ പറയാറില്ലേ വളർത്തി. പക്ഷെ ഇവിടെ വളർന്നു എന്നൊരു പദം, അതിൻ്റെ അർത്ഥം ഒറ്റ വാക്കി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ പക്ഷിപ്പനി കണ്ടുപിടിച്ച സമയം കോയമ്പത്തൂരിലുള്ള ഉക്കടം എന്ന സ്ഥലത്താണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഈ പക്ഷിപ്പനി കണ്ടുപിടിക്കപ്പെട്ടത്. ആ സമയങ്ങളിൽ ഒന്നിലൊരു ചെറിയ പെട്ടിയോട്ടോ നിറച്ച് കോഴിമുട്ടകൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ബോർഡറിൽ വെച്ച് ബോർഡർ ഫോഴ്സ് നിർത്തി പ്രാഥമിക വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് വരുന്നത് പക്ഷിപ്പനി ബാധിത മേഖലയിൽ നിന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ അത് മനസ്സിലായപ്പോൾ ഇതിനെ അകത്തു വിട്ടാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ മലയാളികൾ സിംഗിളും ഡബിളും ട്രിപ്പിളും ഒക്കെ ഇത് വൈകുന്നേരങ്ങളിൽ തട്ടുകടയിൽ നിന്ന് അടിച്ച് ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ്, പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു കോമ്പൻസേഷൻ കൊടുത്ത് ഈ കോഴിമുട്ടകളെല്ലാം എന്ത് ചെയ്തു, അവിടുത്തെ ഗ്യാർബേജിനകത്ത്, മുനിസിപ്പാലിറ്റിയുടെ ഗ്യാർബേജിനകത്ത് നശിപ്പിച്ചു കളഞ്ഞു. ഇത് വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നു. 2 ദിവസം കഴിഞ്ഞ് മലയാള മനോരമയുടെ 2ാമത്തെ പേജിൽ, പ്രാദേശികം പേജിൽ, ഒരു ചെറിയ കോളത്തിനകത്ത് ചവറ്റുകൂനയിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്ന ഹെഡിങ്ങിൽ ഒരു 4-5 ചുവന്നതും പച്ചയും മഞ്ഞയും കളറുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഈ ഇൻസിഡൻറ്റ് ആ വ്യക്തി എഴുതാനിടയായി. ഒറ്റ വാക്ക് ഞാൻ ശ്രദ്ധിക്കണേ. ഒരു ഗവൺമെൻറ് മുഴുവൻ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ഇട്ട് കളഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ ഗാർബേജിൻ്റെ അകത്ത് നിന്നും സൃഷ്ടാവ് വിരിയണമെന്ന് ആഗ്രഹിച്ച കേവലം കോഴിക്കുഞ്ഞുങ്ങൾ പോലും വിരിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ആ ദൂത് കൈമാറുന്നു. ഏതൊക്കെ സാമ്രാജ്യങ്ങൾ വളരാൻ വിളിയുള്ളവനെതിരെ പദ്ധതികൾ തയ്യാറാക്കിയാലും സൃഷ്ടാവ് കരുതിയതെല്ലാം, വായികളെ തുറന്ന് ഒരു നിമിഷം ഒന്ന് സ്തോത്രം പറഞ്ഞേ. അസാധാരണമായി ആമേൻ വളർച്ചയുടെ മേൽ ദൈവത്തിന്റെ ഒരു കരുതൽ ചലിക്കും. സ്വർഗമാണ് നമ്മുടെ വളർച്ചയെ തീരുമാനിക്കുന്നത്. ശത്രുവിന് അതിന് അധികാരമില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജോമോൻ പാസ്റ്റർ പ്രസംഗം കേൾക്കാൻ ഞാനും വളരെ വാഞ്ചയോടായിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദേവദാസനെ അവസരത്തിന് നന്ദി. കർത്താവ്